ഹലോ മച്ചാമാരെ മച്ചാത്തുകളെ, ഇങ്ങോട്ട് വരി. ബ്രിട്ടീഷ് ടച്ചുള്ള ഇതിനി ഇപ്പം പറക്കുമോ? അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും പുതിയ ഒരു അധ്യായത്തിലോട്ട്, ചാപ്റ്റർ 5, വേർ വാട്ട് ആർ യു. ഇതുവരെ പോഡ്കാസ്റ്റ് ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഈ ഒരു എപ്പിസോഡ് കൂടി മാത്രമേ ഇതിൻ്റെ ഒരു റീക്യാപ്പ് ഉണ്ടാവുമല്ലോ, അതും സൂക്ഷിക്കാം. ഇതൊരു പുതിയ ബിഗിനിങ് കൂടിയാണ്, അതുകൊണ്ടാണ് റീക്യാപ്പ് വരുന്നത്. പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഫിക്ഷണലായിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ അയാളുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫിക്ഷണലാണെന്ന് നിങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്യുക. അത് യാഥാർത്ഥ്യമാവണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ മേ ബി സിമിലാരിറ്റി ഉണ്ടാവും. ഈ കഥയിലെ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ അങ്ങനെ ഈ കഥ നായകൻ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരാണ് ലൂതർ. ലൂതറും അയാളുടെ ചിന്തകളുമാണ് നമ്മൾ ഈ വരുന്ന അല്ലെങ്കിൽ ഇനി മുതലുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ എപ്പിസോഡുകളിൽ പറയാൻ പോകുന്നത്. നോക്കാം, പുതിയ ക്യാരക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടോന്നില്ല, അവരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് വരാം. കുറച്ച് കാലമായി പോഡ്കാസ്റ്റ് ഇട്ടിട്ടെന്നറിയാം, പ്രോപ്പർലി ഇടാമെന്ന് ഞാൻ വാക്ക് തന്നിട്ടില്ലെങ്കിലും ഇടേണ്ടത് എൻ്റെ ഒരു കർത്തവ്യം, റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാൽ തന്നെ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പ്രഖ്യാപിക്കുന്നു എന്നില്ലെങ്കിലും ഞാൻ വീക്ക്ലി 1 പോഡ്കാസ്റ്റ് മുതൽ ഇടാൻ തുടങ്ങും. കാരണം ഇത് ഡെയിലി പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടല്ല, കുറച്ചും കൂടി ആ ഒരു വീക്കിൽ സമപ്പായ പുറത്തുള്ള കാര്യവും ലൂതറിൻ്റെ അകത്തുള്ള കാര്യവും നമുക്കൊരു മിക്സ് ആയിട്ട് പറയാം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി കൺവിൻസ് ആവും. അത് ഒരു ടോപ്പിക്കിന് അത്രയും ഡെപ്തിലേക്ക് പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പം ചില നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിലെടുത്ത പോലെ. എന്നാലും നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ടച്ച് ചെയ്ത് പോകും. നിങ്ങൾക്ക് വല്ല ക്രൂഷ്യലായിട്ടുള്ള വല്ല സാധനം സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടി നെറ്റിലോട്ട് സെർച്ച് ചെയ്യും. നെറ്റ് 100% വിശ്വാസ്യതയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ഇതിലടിയിൽ ഏതായാലും എല്ലാത്തിനോട് പോലെ Q&A ഇടാം. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങളെ ഭാഗത്തുള്ള ഷെയറും എടുക്കും. ഏതാണെങ്കിലും ലൈഫിൽ നടക്കുന്ന ഏത് കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ ഒരു പരിധി വരെ ഞാൻ റിസർച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ ലൂതറിൻ്റെ ലൈഫ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ, പക്ഷെ ഇപ്പോൾ കഥയിൽ ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഉണ്ടെങ്കിലും ലൂതർ ഇവിടെ അല്ല. ലൂതർ അങ്ങ് താഴെയാണ്. എന്തിൻ്റെ താഴെ? കേരളത്തിലെ ഏറ്റവും താഴോട്ടത്താണ്, ആലപ്പുഴ ജില്ലയാണ്. എന്തുകൊണ്ട് ലൂതർ അവിടെ? ഞാനിവിടെ എന്നതിനേക്കാളും മാറ്റർ ലൂതർ അവിടെ എങ്ങനെയായി? അത് ലൂതറിൻ്റെ സ്വപ്നത്തിലൂടെ പോവുകയാണ്, സ്വപ്നത്തെ തേടി പോവുകയാണ്. പക്ഷെ അത്രയും പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ വിഷ്വല് കാണുന്ന പോലെ തന്നെ ആവണം എന്നില്ലല്ലോ. സ്വപ്നം ഫുള്ളല്ല, ഹാഫ്. അയാൾ സ്വപ്നം വിചാരിച്ച പ്ലേസ് ആവണമെന്നില്ല, പക്ഷേ അയാൾ അത് സാറ്റിസ്ഫൈഡ് ആണ് മോസ്റ്റ് പ്രോബബ്ലി. അത്രയും ഇതല്ലെങ്കിലും ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയ എൻവയോൺമെൻറ്റാണ്. നമുക്ക് അവിടെ നിന്ന് കുറേ ലൂതറിൻ്റെ കുറേ കഥകൾ പറയാനുണ്ടാവും. അത് നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലായിട്ടും ഒന്ന് പറയാം. പിന്നെ നമുക്ക് പ്രീവിയസ് പാസ്റ്റിലോട്ടുള്ള കഥകളും ടൈം ലൈൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കഥകൾ പറയാം. ഏതായാലും ആലപ്പുഴ എങ്ങനെ എത്തി അതിന് നമുക്ക് ഏതായാലും ടൈം ലൈനിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഏതായാലും ഒരു പാസ്റ്റിലോട്ട് പോകാം. കൊറോണ കാലം എല്ലാവരുടെയും അത്രയും നല്ലൊരു കാലമാണെന്ന് വെച്ചാൽ ഗെയിം ആക്കി കളിക്കാനൊക്കെ നല്ലതാണെങ്കിലും ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു കാലമായിരുന്നു. ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ പുതിയ ആൾക്കാരുകൾ വന്നു ലൂതറിൻ്റെ ജീവിതത്തിലോട്ട്. നമ്മൾ ഫസ്റ്റ് 2 എപ്പിസോഡിലൊക്കെ പറഞ്ഞ ആ ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടണല്ലോ. ഒന്നാമത് പുറമേ പൊതുവേ നല്ല നോയ്സ് ഉണ്ട്, സൗണ്ട് അത്ര ക്ലിയർ അല്ല. ഒരു ഫ്ലൈറ്റ് ഇതിലൂടെ പോയിരുന്നു. ഇപ്പം ഞാൻ കറൻലി മലപ്പുറമാണല്ലോ. അപ്പോൾ ഞങ്ങളുടേതാണെങ്കിലും കോഴിക്കോടിൻ്റെ പേരുള്ള എയർപോർട്ടിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ നോയ്സ് ഉണ്ടാകും. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കുന്ന ശ്രോതാക്കളൊന്ന് ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അങ്ങനെ പുതിയവർ വന്നു. പുതിയവരുടെ എല്ലാവരുടെയും അതുവരെ ലൂതറിന് വെച്ചോക്കുമ്പോൾ ലൈഫ് ഇങ്ങനെ പോകണം, അടിപൊളിയാവണം, ഫണ്ണാവണം, ചില്ലാവണം. ലൈഫിലൊരു എൻഡ് പോയിന്റ്, അതായത് ഇങ്ങനെ എത്തുമ്പോഴായിരിക്കും ലൈഫ് വിരാച്ച പോലെ സക്സസ്. അതൊരിക്കലും മറ്റേ എന്താ പറയുക, നമ്മൾ കൃഷിപ്പണ്ണോളം പടം കാണുന്ന പോലെ മൾട്ടിവേഴ്സ് പോകണം അങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടി റിയാലിറ്റിയെ
ഈക്വലൈസ് ചെയ്യുന്ന ആഗ്രഹങ്ങൾ ഉടലെടുത്ത അവിടെ നിന്നാണ്. അങ്ങനെയാണ് അയാൾ ബിടെക്കും CS എടുത്തത്. അപ്പോൾ ആദ്യം CS എന്തുകൊണ്ടെടുത്തു എന്നല്ല പറയാം. പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഒരു എൻജിനീയറിങ് എന്തുകൊണ്ടെടുത്തു അതേ പറയാം. അത്ര എളുപ്പമുള്ള വിഷയമൊന്നല്ല. സപ്ലികളും IVയും മാത്രമല്ല, നമ്മൾ പടത്തിൽ കാണുന്നതൊക്കെ സപ്ലി അല്ലെങ്കിൽ IV. അതിൻ്റെ രണ്ടിനും മിഡിലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും ഹാർഡല്ലാത്ത അല്ലെങ്കിൽ അത്രയും സ്വീറ്റ് അല്ലാത്ത കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഉൾക്കൊള്ളണം ലൂതർ. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ലൂതർ ഈ പരിപാടിക്ക് ഇറങ്ങിയത് എന്നാണ് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. എനിവേ അപ്പം അങ്ങനെ എന്തുകൊണ്ട് ബിടെക് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അയാൾ കുറച്ചും കൂടി തിയററ്റിക്കലിനേക്കാളും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. അല്ലാതെ പെട്ടെന്നുള്ള ജോലിയിൽ പെട്ടെന്നുള്ള പൈസ, അതിനാണെങ്കിൽ വേറെ കുറേ പരിപാടികളും ഇല്ലേ. പെട്ടെന്ന് ചെയ്യാൻ എല്ലാത്തിനും അതിൻ്റെതായ സ്റ്റഡിയും ഗ്രോത്തും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ലൂതർ. അപ്പം അങ്ങനെ പിന്നെ CS ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ്. ആൾ പണ്ട് മുതൽ ഒരു കമ്പ്യൂട്ടർ അഡിക്റ്റാണ് എന്നാണെങ്കിൽ പറയാം. അപ്പം അതിനെക്കുറിച്ച് അറിയാവുന്നത് അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും അല്ലെങ്കിൽ അതിനുള്ളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്നും അറിയാനാണ്. നമ്മൾ ഈ വാൾട്ട് ഡിസ്നി പണ്ട് കാർട്ടൂണുകളൊക്കെ ഒരുക്കി കൂട്ടുന്നതും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീവ് ജോബിൻ്റെ 2009 തോന്നുന്നു നമ്മൾ iPhone ഫസ്റ്റത്തെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അയാൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പ്യൂട്ടർ സയൻസുകാരൻ, കമ്പ്യൂട്ടർ സയൻസിനേക്കാൾ ഒരു ടെക്നോളജി അത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ബിടെക്കും CS എടുക്കാൻ. പിന്നെ ആലപ്പുഴ എന്ന് വെച്ചാൽ അത് അയാളുടെ സാഹചര്യം കൊണ്ട് കിട്ടുന്നതാണ്. അയാൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയ കുറേ പ്ലേസിൽ കിട്ടിയിരുന്നു. റെഫ്യൂസ് ചെയ്തു ബിക്കോസ് സം ന്യൂ തിങ്സ് ലൈഫിൽ ആവശ്യമുണ്ടായിരുന്നു. പുതിയൊരു എൻവയോൺമെൻറ്റ്, പുതിയൊരാൾക്കാരോളം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആളങ്ങ് താഴോട്ട് പോയത്. ഞാനും വൈകാതെ പോകുന്നുണ്ട്. ഇത് ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ ലൂതറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ ആലപ്പുഴയിൽ എത്തിയത് കൊണ്ടുള്ള ഈ പോഡ്കാസ്റ്റിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുമ്പം അത് പറഞ്ഞ പോലെ വീക്ക്ലി ആയിട്ടാണ് നോക്കാം. പുതിയ കണ്ടൻസുള്ള അക്കൗണ്ട് വരാം. അതേപോലെ നമ്മൾ സ്പോട്ടിഫൈയിൽ എക്സ്ക്ലൂസീവ് ആണല്ലോ, കരാറൊന്നും ഒപ്പിട്ടിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആപ്പിൾ പോഡ്കാസ്റ്റിലും അതേപോലെ കുറച്ചും കൂടി വേറെ വേറെ സോഴ്സസിലായിട്ട് ഇടാൻ നോക്കാം. അപ്പം അതിലൊക്കെയുള്ള അതിലുള്ള കേൾവിക്കാർക്കും കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഇനിയുള്ള ഇനി മിക്കവാറും നോക്കട്ടെ, എല്ലാ ഞായറാഴ്ചകളുമായിട്ടും എപ്പിസോഡിലിടാൻ വിചാരിക്കണം. ഇതും എന്നത്തെയും പോലെ രാത്രി 1:30 ശേഷമുള്ള റെക്കോർഡിങ്ങാണ്. ഇതിനു മുമ്പ് ഒരുപാട് റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ റഫ് റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞില്ല. സ്ട്രേറ്റ് ടോക്കിംഗ് ആണ്, പോഡ്കാസ്റ്റ് അല്ലേ, നമ്മളിത് പ്രസൻറ്റേഷൻ ഒന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റേതായ ഇതുണ്ട് ലൈഫിൽ. അയാളുടെ സ്ലീപ്പിംഗ് പാറ്റേൺസ് മാറ്റണം, അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനും അല്ലെങ്കിൽ അത് മാറ്റുക കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വൈകാതെ. ഞാൻ ആലപ്പുഴയൊക്കെ എത്തട്ടെ. അതാണ് പറയാനുള്ളത്. അറിയാം ലാസ്റ്റ് കുറച്ച് ഇപ്പോൾ ലാഗായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീക്കിലി ഞാൻ സമപ്പ് ചെയ്തിട്ടിടാം മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ പോഡ്കാസ്റ്റിനെ പറയാനുള്ളത്. ചിലപ്പോൾ പുതിയ ലോഗോയോ അല്ലെങ്കിൽ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ വരും, കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം മറ്റൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും എത്താം. അതുവരെ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്.